വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന 9ാമത്തെ ചാപ്റ്ററിലെ ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതൊക്കെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഐദർ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. സിമിലർലി അറ്റ് ദി ടൈം ഓഫ് പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദി റിസൾട്ട് വിൽ ബി നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ബാലൻസ് ഷീറ്റ്. The balance sheet is a statement prepared for showing the financial position of the business. It shows all its assets, liabilities and capital at a given date. It is called balance sheet because it is a statement of all ledger account balances. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ജേർണൽ എൻട്രി പാസ്സാക്കിയതിന് ശേഷമാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ വരയുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അതൊരു അക്കൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ അതിന് ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഇല്ല. ആൻഡ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ബിസിനസ്സിന് എത്രമാത്രം സമ്പത്തുണ്ട്, അതിൻ്റെ അവസ്ഥ എന്താണ്, അതറിയാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റുകൾ എന്തൊക്കെയാണ്, ലാബിലിറ്റീസ് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ എത്രയാണ്, ഇതൊക്കെ ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വർഷാവസാനം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള റവന്യൂ നാച്ചുറായിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ക്ലോസ് ചെയ്തിരിക്കും. എല്ലാ എക്സ്പെൻസ് അക്കൗണ്ടുകളും ഇൻകം അക്കൗണ്ടുകളും വർഷാവസാനം നമ്മൾ ക്ലോസ് ചെയ്യും ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ബാലൻസ് ടു ഐദർ ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കോ ഇൻകം അക്കൗണ്ടുകൾക്കോ ഒന്നും തന്നെ ബാലൻസ് കാണാൻ വേണ്ടി പറ്റില്ല. ആ ബാലൻസ് മുഴുവനും നമ്മൾ ഫൈനൽ അക്കൗണ്ടായ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ബാക്കി വരുന്ന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടും ലാബിലിറ്റീസും ക്യാപിറ്റലും മാത്രമാണ്. ഈ 3 തരത്തിലുള്ള അക്കൗണ്ടുകൾക്ക് മാത്രമേ ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ബാലൻസസ് ഉള്ള അസറ്റ്സ്, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഈ അക്കൗണ്ടുകൾ നമ്മൾ മാറ്റി എഴുതി തയ്യാറാക്കുന്ന ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനെയാണ് പറയുന്നത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ്, സ്ഥാപനത്തിൻ്റെ പേരവിടെ എഴുതുക, സെറ്റ്, ഏത് ഡേറ്റിലാണോ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ആ ഡേറ്റ്, വർഷാവസാനം തയ്യാറാക്കുമ്പോൾ ആ വർഷാവസാനത്തെ ഡേറ്റാണ് അവിടെ കാണിക്കേണ്ടത്. ഇതിന് 2 സൈഡുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയാൻ വേണ്ടി പാടില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് അസറ്റ് സൈഡാണ്. ഇപ്പോൾ ലാബിലിറ്റി സൈഡിൽ സാധാരണ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ലോൺസ്, അതുപോലെ ക്യാപിറ്റൽ. ക്യാപിറ്റലിനോട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഇനി അസറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, സൺട്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഫർണിച്ചർ, മെഷീനറി എക്സെട്ര. നെക്സ്റ്റ്, റിലവൻറ്റ് ഐറ്റംസ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ്, കറണ്ട് അസറ്റ്സ്. Current assets are those which are either in the form of cash or can be converted into cash within a year. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ക്യാഷിൻ്റെ രൂപത്തിലുള്ളതോ
അല്ലെങ്കിൽ ക്യാഷായിട്ട് ഒരു വർഷത്തിനുള്ളിൽ മാറ്റപ്പെടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള അസറ്റുകളെയാണ് നമ്മൾ പറയുന്നത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന, ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന അസറ്റുകളെ നമുക്ക് കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പൈസ പിൻവലിക്കാം. ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സൺട്രി ഡെറ്റേഴ്സ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പോൾ ഇത്തരം അസറ്റുകളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്യാഷായി മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഓൺ എ ലോങ് ടേം ബേസിസ് ഇൻ ദി ബിസിനസ്. ഒരുപാട് കാലം ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന അസറ്റുകളെയാണ് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സർവീസ് ഒരുപാട് കാലം ബിസിനസ്സിൽ കിട്ടിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എക്സെട്ര. ഇത്തരം അസറ്റുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ ക്യാഷാക്കി മാറ്റില്ല, ഒരുപാട് കാലം ബിസിനസ്സിൽ ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് കാലം ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ദീസ് ആർ സച്ച് അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റുകൾ, അത്തരം അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഗുഡ് വിൽ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് എക്സെട്ര. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് റെപ്രസെൻറ്റ് ദി ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഷെയർസ് ഓഫ് എ കമ്പനി എക്സെട്ര. ദേ ആർ ഷോൺ അറ്റ് കോസ്റ്റ് പ്രൈസ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിക്ഷേപം. നമ്മുടെ പൈസ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ മറ്റുള്ള കമ്പനികളുടെ ഷെയറുകളിലോ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപത്തെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റീസ് ആർ ദോസ് ലാബിലിറ്റീസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ റീപേ ചെയ്യേണ്ടതായിട്ടുള്ള ലാബിലിറ്റീസ്, അത്തരം ലാബിലിറ്റീസിനെയാണ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം ലോൺസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. നെക്സ്റ്റ്, ലോങ് ടേം ലാബിലിറ്റീസ്. സച്ച് ലാബിലിറ്റീസ് ആർ യൂഷ്വലി പേയബിൾ ആഫ്റ്റർ 1 year. Example, long-term loans from bank and other financial institutions. Next, capital. It is the excess of assets over outside liabilities. It is the amount contributed by the owner. It is shown on the liability side of the balance sheet as follows. ക്യാപിറ്റലിനോട് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലെസ് ചെയ്യണം. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിയതിന് ശേഷം അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് ലാബിലിറ്റിയിൽ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ്, മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അസറ്റ്സും ലാബിലിറ്റീസും ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് പറയുന്നത് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഇൻ എ ബാലൻസ് ഷീറ്റ് ദി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഐദർ ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർ പെർമനൻസ്. ഒന്നുകിൽ അസറ്റ്സും ലാബിലിറ്റീസും ലിക്വിഡിറ്റിയുടെ ബേസിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പെർമനൻസിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, in the order of liquidity. In case of liquidity, the assets are arranged in the decreasing order of their liquidity. Most liquid asset will be shown first and then next liquid asset and so on. Liabilities are also arranged in the order of their repayment. Most liquid അസറ്റുകൾ ആദ്യം കാണിക്കുക, പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ ഏറ്റവും ലാസ്റ്റിൽ കാണിക്കുക. എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റുകൾ ആദ്യം കാണിക്കുക,
പിന്നെ ഫിക്സഡ് അസറ്റുകൾ, പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റുകൾ. ഇപ്പോൾ കറണ്ട് അസറ്റുകൾ ആദ്യം കാണിക്കുക എന്ന് പറഞ്ഞു. ആ കറണ്ട് അസറ്റിൽ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ആദ്യം കാണിക്കണം, കാരണം അത് ക്യാഷിൻ്റെ രൂപത്തിൽ തന്നെയാണുള്ളത്. പിന്നെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അസറ്റുകൾ, ഏറ്റവും എളുപ്പം ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്കാണ്. കാരണം ബാങ്കിലുള്ള നിക്ഷേപം നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പിൻവലിക്കാം. അതുകൊണ്ട് തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക്. പിന്നെ നമുക്ക് ക്യാഷായിട്ട് എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി പറ്റുന്നത് ബിൽസ് റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇത്രയും കറണ്ട് അസറ്റുകളാണ്. അങ്ങനെ എല്ലാ കറണ്ട് അസറ്റുകളും എഴുതി കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഫിക്സഡ് അസറ്റുകളാണ്. അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പിന്നീട് വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. ഗുഡ് വിൽ, പാറ്റന്റ്, ട്രേഡ് മാർക്ക്. ഈ ഓർഡറിൽ അസറ്റുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനാണ് പറയുന്നത് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ലാബിലിറ്റീസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള വളരെ ഷോർട്ട് ടേം ലൈഫുള്ള ലാബിലിറ്റീസ് ആദ്യം എഴുതണം. അതിൻ്റെ ഓർഡറിൽ എഴുതുക. ഏറ്റവും ലാസ്റ്റ് തിരിച്ചു കൊടുക്കേണ്ട ഒരുപാട് കാലാവധിയുള്ള ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത്തരം ലാബിലിറ്റീസ് ഏറ്റവും അവസാനമാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം ലോൺസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ലോങ് ടേം ലോൺസ്, അതുപോലെ തന്നെ ലാസ്റ്റ് കാണിക്കേണ്ടത് ക്യാപിറ്റൽ. ഇങ്ങനെ അസറ്റ്സും ലാബിലിറ്റീസും അറേഞ്ച് ചെയ്യുക. ഈ ഓർഡറിൽ, ഇതേ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യുക. അതിനാണ് പറയുന്നത് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്. ഇൻ കേസ് ഓഫ് പെർമനൻസ്, ദി മോസ്റ്റ് പെർമനൻറ്റ് അസറ്റ് ഓർ ലാബിലിറ്റി ഈസ് പുട്ട് ഓൺ ദി ടോപ്പ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റ് ഏതാണോ അതാണ് ആദ്യം കാണിക്കേണ്ടത്. പെർമനൻ്റ് അല്ലാത്ത ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഏതാണോ അതിനെ ഏറ്റവും ലാസ്റ്റ് കാണിക്കാം. അതുപോലെ തന്നെ ലാബിലിറ്റീസ് അറേഞ്ച് ചെയ്യുമ്പോൾ റീപേയ്മെൻറ്റിൻ്റെ ബേസിൽ ലാബിലിറ്റീസിനെ അറേഞ്ച് ചെയ്യാം. ലോങ് ടേം ലാബിലിറ്റീസ് ഒക്കെ ആദ്യം കാണിക്കുക, ഏറ്റവും ലാസ്റ്റ് കാണിക്കേണ്ടത് ഷോർട്ട് ടേം ലാബിലിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ ഏത് ഓർഡറിലാണോ നമ്മൾ അസറ്റ്സും ലാബിലിറ്റീസും അറേഞ്ച് ചെയ്തത് അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അസറ്റ്സും ലാബിലിറ്റീസ് അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ട്രേഡ് മാർക്ക്, പാറ്റന്റ്, ഗുഡ് വിൽ. പിന്നെ വരുന്നത് ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. പിന്നെ വരുന്നതാണ് കറണ്ട് അസറ്റ്സ്. അതിൽ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിൽ വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ലാബിലിറ്റി സൈഡ് അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണിക്കേണ്ടത് ക്യാപിറ്റൽ, നെക്സ്റ്റ് ലോങ് ടേം ലോൺസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ലോൺസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ കാണിക്കുക, പിന്നെ ലോങ് ടേം ലാബിലിറ്റീസ്, ഔട്ട്സൈഡ് ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക, പിന്നീട് ഷോർട്ട് ടേം അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റീസ് കാണിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ദി ടേം ഗ്രൂപ്പിംഗ് മീൻസ് putting together items of similar nature under a common heading. For example, the balances of accounts of cash, bank, debtors, etc. can be grouped and shown under the heading of current assets. ലെഡ്ജർ അക്കൗണ്ടുകളെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുക. അതിനാണ് പറയുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും കണ്ടു കഴിഞ്ഞു. കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ തന്നെ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. അതുപോലെ ഫിക്സഡ് അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, കറണ്ട് ലാബിലിറ്റീസ്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. From the following details, prepare a balance sheet as at 31st March 2021. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഐറ്റത്തിൽ മുഴുവൻ ഐറ്റവും ബാലൻസ് ഷീറ്റിൽ മാത്രം വരുന്ന ഐറ്റംസ് ആണ്. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്ന ഈ ഐറ്റത്തിൽ
അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ ഐറ്റവും നമുക്ക് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിലാണ് വരും, അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? അസറ്റ് ആണ് അല്ലേ? യെസ്, അസറ്റ് സൈഡിൽ കാണിക്കാം. ക്യാഷ് അറ്റ് ബാങ്കോ, അതും അസറ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, യെസ്, ലാബിലിറ്റി ആണ്. ഡെറ്റേഴ്സ്, യെസ്, അത് അസറ്റ് ആണ്. ബിൽസ് പേയബിൾ, പൈസ കൊടുക്കാനുള്ളത്, അത് ലാബിലിറ്റി ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ്, അത് ലാബിലിറ്റി ആണ്. ഫർണിച്ചർ അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ് അല്ലേ? അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്. ബാങ്ക് ലോൺ, ലോൺ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്, അതുകൊണ്ട് തന്നെ അത് ലാബിലിറ്റി ആണ്. ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റവും വന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ആദ്യം കാണിക്കുക ക്യാഷ് ഇൻ ഹാൻഡ് 10,000. നെക്സ്റ്റ് വരുന്നതാണ് ക്യാഷ് അറ്റ് ബാങ്ക് 25,000. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ക്യാഷ് അറ്റ് ബാങ്ക് 25,000. നെക്സ്റ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിലുള്ള നിക്ഷേപത്തേക്കാൾ കൂടുതൽ തുക നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്നതാണ്. ആ കൂടുതലായിട്ട് പിൻവലിച്ച തുക നമ്മൾ ബാങ്കിൽ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി ആണ്. അത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 12,000. ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ നമുക്ക് കിട്ടേണ്ടതാണ്, അവരിൽ നിന്നും നമുക്ക് പൈസ കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കിട്ടേണ്ടതായതുകൊണ്ട് നമുക്ക് അസറ്റ് സൈഡിൽ കാണിക്കണം ഡെറ്റേഴ്സ് 5,000. ബിൽസ് പേയബിൾ, ബില്ല് പ്രകാരം പൈസ കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ പൈസ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ലാബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ബിൽസ് പേയബിൾ 6,000. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച വകയിൽ പൈസ കൊടുക്കാനുണ്ട് അവർക്ക്. അപ്പം നമ്മൾ കൊടുക്കാനുള്ള പൈസയാണത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക സൺട്രി ക്രെഡിറ്റേഴ്സ് 7,000. ഫർണിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ഫർണിച്ചർ 30,000. അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അതും ഫിക്സഡ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000. ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ബാങ്ക് ലോൺ 15,000. നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ കാണിക്കുക 33,000. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. ആഡ് നെറ്റ് പ്രോഫിറ്റ് 17,000. ഇപ്പോൾ 33,000 പ്ലസ് 17,000 നമുക്ക് ഔട്ടർ കോളത്തിൽ കാണിക്കുക 50,000. ഇത്രയായി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ലാബിലിറ്റി സൈഡിൽ 90,000, അസറ്റ് സൈഡിലും 90,000 തന്നെ കിട്ടും. രണ്ടും ടാലി ആവും. നെക്സ്റ്റ് ഒരു അസൈൻമെൻ്റ് ആണ്. ഈ അസൈൻമെൻറ്റ് ഇപ്പോൾ തന്നെ ചെയ്തു നോക്കുക. അടുത്ത ക്ലാസ് നോട്ടിൻ്റെ കൂടെ ഇതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കും. ആ സമയത്ത് വെരിഫൈ ചെയ്യുക. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് കറക്റ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st March 2021. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് യെസ് അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ കിട്ടാനുള്ള പൈസയാണ് ബില്ല് പ്രകാരം. അതെന്തായിരിക്കും? യെസ്, അത് അസറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കേണ്ടതാണ്. കടമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച വകയിൽ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലാബിലിറ്റി ആണ്. ഡെറ്റേഴ്സ്, അവരിൽ നിന്നും പൈസ നമുക്ക് കിട്ടാനുണ്ട്, നമുക്ക് പൈസ കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അസറ്റ് ആയിരിക്കും. ബിൽസ് പേയബിൾ, ബില്ല് പ്രകാരം പൈസ കൊടുക്കാനുണ്ട്, പേയബിൾ ആണ്. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ലാബിലിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ നിക്ഷേപം, നമ്മൾ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിലോ മറ്റെവിടെയോ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അതെന്തായിരിക്കും? യെസ്, നമ്മുടെ അസറ്റ് ആയിരിക്കും. ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഫർണിച്ചർ, ദാറ്റ് ഈസ് ഓൾസോ ആൻ അസറ്റ്. ബാങ്ക് ലോൺ,
ബാങ്ക് ലോൺ എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലാബിലിറ്റിയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുക. അപ്പോൾ ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും രണ്ടും ടാലി ആയിട്ട് വരുന്നതായിട്ട് കാണാം. നെക്സ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ആ അസൈൻമെൻറ്റിൻ്റെ ആൻസറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് 19,000, നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് 12,500 ആണ്. നിങ്ങൾ ചെയ്ത ആൻസറുമായിട്ട് ഈ ഒരു ആൻസർ കമ്പയർ ചെയ്യുക. ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്യുക.